ടു ഇൻ നോർത്തേൺ അൽബേനിയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷം. നമ്മുടെ ടീം എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ യാത്ര ഷാല റിവറിലേക്കാണ്. അതിനായിട്ട് നമ്മൾ ആദ്യം കൊമാനി ലേക്കിൽ എത്തണം. അവിടെ നിന്ന് ഒരു ബോട്ട് ട്രിപ്പാണ് ഷാല റിവറിൽ. പിന്നെ അവിടെ വാട്ടർ ആക്ടിവിറ്റീസ് ആയിട്ട് അന്നത്തെ ദിവസം മുഴുവൻ നമുക്ക് എൻജോയ് ചെയ്യാം. നമ്മൾ പോകുന്ന വഴിയിൽ തന്നെ സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ടാവും. അവർ വഴി എടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കാർ ഫ്രീ ആയിട്ട് പാർക്ക് ചെയ്യുകയും ചെയ്യാം. അവരുടെ കാറിൽ നമ്മളെ കൊമാനി ലേക്കിലേക്ക് അവരെത്തിക്കുകയും ചെയ്യും. പെർ പേഴ്സൺ നമുക്ക് 25 യൂറോ വെച്ചിട്ടാണ് വന്നത്. 10 യൂറോ തൊട്ട് 30 യൂറോ വരെയുള്ള ബോട്ട് സർവീസസ് അവൈലബിൾ ആണ്. 1 അവർ നീണ്ടു നിൽക്കുന്ന അതിമനോഹരമായിട്ടുള്ളൊരു ബോട്ട് ട്രിപ്പായിരുന്നു ഷാല റിവറിലേക്ക്. ഈച്ച് ആൻഡ് എവറി മൊമെൻറ്റ് നമുക്ക് അത്രയ്ക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു ത്രൂ ഔട്ട് ദ ജേണി. ചുറ്റും മലകളും അതുപോലെ നീല കളറിലുള്ള വെള്ളം ചുറ്റും. നമുക്ക് ഒരുപാട് ഫോട്ടോസും വീഡിയോസിനും പറ്റിയിട്ടുള്ള സീനറീസ്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ പോയിന്റിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആദ്യത്തെ ഫ്യൂ അവേഴ്സ് ഞങ്ങൾ ഫോട്ടോ ആൻഡ് വീഡിയോ സെക്ഷന് മാറ്റി വെച്ചിട്ട് പിന്നെ ഫുഡ് കഴിക്കാനുള്ള പ്ലാനായിരുന്നു. അത്യാവശ്യം വീഡിയോസും ഫോട്ടോസും കിട്ടിയ ശേഷം നമ്മുടെ ടീം ഫുഡ് ഹണ്ടിങ്ങിനായിട്ട് തുടങ്ങി. ഒടുക്കത്തെ വെയിലും വിശന്ന് വലഞ്ഞിരിക്കുകയാണ് എല്ലാവരും. വിശന്ന് വലഞ്ഞൊരു റെസ്റ്റോറൻറ്റിൽ കയറി എന്താണ് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് ചോദിച്ചപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ റാക്കിയാണെന്ന് പറഞ്ഞിട്ട് 2 ഡ്രിങ്ക് ഞങ്ങൾക്ക് തന്നു. അത് കഴിച്ചത് എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഫുള്ള് കിളി പോയ അവസ്ഥയായിരുന്നു. അൽബേനിയയിലെ സ്പെഷ്യൽ ഡ്രിങ്കാണ് റാക്കി. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം വായി നോക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ കയാക്കിങ് ചെയ്തിട്ട് കുറച്ച് പേര് പോകുന്നുണ്ട്. അതുപോലെ ഈ സായിപ്പ് മദാം ഇപ്പം ചാടും എന്ന് വെച്ചിട്ട് വീഡിയോ ഓണാക്കി നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായിരുന്നു. അവർ ചാടുന്നതും കാണില്ല. ലാസ്റ്റ് ഞങ്ങൾക്ക് വിശന്ന് വലം കിട്ടിയപ്പോൾ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു. ഒരു അൽബേനിയൻ സീസർ സലാഡും പെഷ്കുമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. പെഷ്കു എന്താണെന്ന് ചോദിച്ചപ്പോൾ ഫിഷ് ആണെന്ന് പറഞ്ഞപ്പോൾ നല്ല മീൻ വറുത്തതൊക്കെയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. ഇത് കൂന്തൽ എന്തോ ഇട്ട് വറുത്ത് തന്നു. പിന്നെ വിശന്നിരിക്കുകയായതുകൊണ്ട് എന്ത് കിട്ടിയാലും തിന്നുന്നുള്ള അവസ്ഥയായിരുന്നു ഞങ്ങൾക്ക്. എല്ലാവരും ഫുഡിൽ കോൺസെൻട്രേറ്റ് ഇരുന്നപ്പോൾ അക്ഷയ് ബാബു എൻ്റെ ഡ്രിങ്ക് അടിച്ചു മാറ്റി കുടിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അങ്ങനെ ഫോട്ടോ സെക്ഷനും ഫുഡ് സെക്ഷനും കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വാട്ടർ ആക്ടിവിറ്റീസിലേക്ക് കടക്കാണ്. ദ റിയൽ എക്സ്പ്ലോറേഷൻ ഓഫ് ഷാല റിവർ. ആദ്യം തന്നെ ഞങ്ങൾ ചെയ്ത ആക്ടിവിറ്റി കയാക്കിംഗ് ആണ്. കയാക്കിംഗ് ചെയ്യാനായിട്ട് ആർക്കും അറിയില്ല, നീന്താൻ അറിയില്ല. ആകെ കൂടി ഇത് രണ്ടും അറിയുന്നത് ബാസിക്ക് മാത്രമാണ്. തമുവിൻ്റെ ഡയലോഗ് അടി കേട്ടിട്ടുണ്ടെങ്കിൽ അവൾക്ക് നീന്താനും അറിയാം കയാക്കിങ് ചെയ്യാനും അറിയാമെന്നൊക്കെ ആയിരുന്നു. അങ്ങനെ ഓരോരുത്തരായി കയറി. അങ്ങനെ തമു ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. ഞാൻ എങ്കടൊക്കെയോ പോകുന്നു. തുഴയുന്നിടത്തേക്കല്ല പോണത്. അവിടെ സ്റ്റക്കായി കമ്പിയിൽ കുത്തി കയറി നിന്ന് ഇതെങ്ങനെയൊന്നല്ല നമുക്ക് പോവണ്ടേ എന്നുള്ള ഡയലോഗ് പറഞ്ഞാണ് ഞങ്ങൾ നിൽക്കുന്നത്. തമു ഒറ്റയ്ക്ക് കയാക്കിങ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. നീന്തലൊന്നും അറിയത്തില്ല പുള്ളിക്കാരിക്ക്. എന്നാലും ധൈര്യത്തിന് ഒട്ടും കുറവില്ല. എങ്ങനെയൊക്കെയോ ഞങ്ങൾ 3 ടീംസും ഒരേ ലൈനിലെത്തി. പിന്നെ ഞാൻ തുഴയണോടത്തേക്കൊന്നല്ല വണ്ടി പോകുന്നത്. പിന്നെ കുറേ നേരം തുഴയാണ്ടിരുന്നപ്പോൾ വണ്ടി തന്നെ പോകുന്നുണ്ട്. നല്ല ഫൺ തന്നെയായിരുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചിടിച്ച് കയാക്കിങ് അവസാനിപ്പിച്ചു. പിന്നീട് ഞങ്ങളുടെ നേതാവ് ബാസി നയിക്കുന്ന ജലയാത്ര ഞങ്ങൾ തുടങ്ങി. വെള്ളത്തിലിറങ്ങാൻ പോവാണ്. നല്ല ക്രിസ്റ്റൽ വെള്ളം, ഒട്ടുക്കത്തെ തണുപ്പ്, ഒട്ടുക്കത്തെ വെയിൽ. എന്താണെന്നറിയില്ല. എനിക്കാണെങ്കിൽ നീന്തലും അറിയില്ല. ബാക്കിയുള്ളവർക്കൊക്കെ ബേസിക് നീന്തൽ അറിയാം. അങ്ങനെ നീന്താൻ അറിയണവരുടെ അണ്ടർ വാട്ടർ ഷൂട്ട് ഞാൻ എടുത്തു കൊടുത്തു. എനിക്ക് നോക്കി നിൽക്കാനല്ലേ പറ്റുള്ളൂ. അങ്ങനെ തമ്മു, അക്ഷയ്, വാസിമാൻ എല്ലാവരുടെയും വാട്ടർ ഷോ ഉണ്ടായിരുന്നു. അടിപൊളി തന്നെയായിരുന്നു. അങ്ങനെ നീന്താൻ അറിയുന്ന ടീംസിൻ്റെ വീഡിയോസും ഫോട്ടോസും എടുത്തുകൊണ്ട് ഞാൻ അങ്ങ് നിന്നു. നല്ല അസൂയും കുശുമ്പും ഉണ്ടായിരുന്നു എനിക്ക് ഇവരോട്. നീന്തൽ അറിയാത്തതിൻ്റെ കുറ്റബോധം നല്ല രീതിയിലുണ്ടായിരുന്നു. അങ്ങനെ അവസാനം വെറുതെ വെള്ളത്തിൽ എല്ലാവരുടെ കൂടെ നിൽക്കാനാണ് എനിക്ക് പറ്റുള്ളൂ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യും കാലൊക്കെ ഇട്ട് അടിച്ച് കളിച്ചു. വേറെ എന്ത് ഞാൻ ചെയ്യാനാ ഗൈസ്. അങ്ങനെ സമയം 3 മണിയായി. നമ്മുടെ ബോട്ട് തിരിച്ച് എത്താറായി. ഡ്രസ്സിങ് റൂമൊക്കെ അവിടെ ഉണ്ടായതുകൊണ്ട് നമ്മുടെ വെറ്റായിട്ടുള്ള ക്ലോത്ത്സ് ഞങ്ങൾ ചേഞ്ച് ചെയ്ത് റിട്ടേൺ ട്രിപ്പ് ടു കൊമാനിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. രാവിലെ 10 to 3 ആയിരുന്നു ഞങ്ങൾക്ക് സമയം ഉണ്ടായിരുന്നത് ഷാല റിവർ എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. നമ്മൾ ഏകദേശം ഒരു 9 o'clock കൂടിയിട്ട് രാവിലെ ഇവിടെ എത്താനായിട്ട് ശ്രമിക്കണം കൊമാനി ലേക്കിൽ നിന്ന്. എല്ലാ ബോട്ട് സർവീസും മറ്റേ ടൈം തന്നെയാണ് ഏകദേശം സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഒരു അതിമനോഹരമായ ഒരു ദിവസം ഞങ്ങൾ ഷാല റിവറിൽ സ്പെൻഡ് ചെയ്ത് തിരിച്ച് കൊമാലി ലേക്കിലെത്തി. അവിടെ എത്തിയപ്പോൾ വിശന്നു. അപ്പോൾ സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഈ ചേട്ടൻ്റെ നിന്ന് ചീസി സ്പിനാച്ച് വാങ്ങി കഴിച്ചു.
ഫുഡൊക്കെ ടേസ്റ്റ് ഉണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഫുഡും ഇവിടുത്തെ ഭയങ്കര ഡ്രൈ ആണ്. ഒരു ഗ്രേവി ഫുഡില്ല. 2 ദിവസമായിട്ട് ഗ്രേവി ഒന്നും കഴിക്കാണ്ട് ഞങ്ങളെല്ലാവരുടെയും വയറ് സീനായിരുന്നു. പിന്നെ നമ്മളുടെ ഇവിടെ കൊണ്ടാക്കിയിട്ടുള്ള ആൾക്കാർ തന്നെ നമ്മളെ തിരിച്ച് നമ്മുടെ കാറ് പാർക്ക് ചെയ്തോടത്ത് എത്തിച്ചു. അങ്ങനെ ഡാൻസും പാട്ടും കുത്തുമായിട്ട് നമ്മൾ റിട്ടേൺ ടു സ്ക്വാഡർ ജേണി സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് ഈ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കാൻ ഒട്ടും ഇഷ്ടമില്ലേ ഗായ്സ്. കാരണം എന്താണെന്ന് വെച്ചാൽ ബാക്കിലിരിക്കണവർക്കാണ് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഡാൻസും പാട്ടും കൂത്തായിട്ട് അവർക്ക് അങ്ങ് എൻജോയ് ചെയ്യാം. എല്ലാ വീഡിയോസും നമ്മൾ ഈ ഫ്രണ്ടിൽ നിൽക്കുന്നവർ അവർക്ക് പിടിച്ചു കൊടുക്കുകയും ചെയ്തു. എനിക്ക് അങ്ങനെ അത്ര വലിയ സൂചിച്ചില്ല, പക്ഷെ അവർ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്ക്വാഡറിൽ തിരിച്ചെത്തി. സ്ക്വാഡർ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യണതിൻ്റെ ഇടയിലാണ് ഞങ്ങൾ ആ ഒരു ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടത്. അതേ ഗായ്സ്, എൻ്റെ തമോൻ്റെ ശ്രീലുവിൻ്റെയും എല്ലാമായ ഷീനിൻ്റെ ഔട്ട്ലെറ്റ്. അതിന് ഷീൻ തന്നെയാണോ, ശരിക്കുള്ള ഷീൻ ആണോ എന്നുള്ള ഡൗട്ടിൽ ഞങ്ങളങ്ങ് കയറി നോക്കി. എല്ലാവർക്കും ഡൗട്ടായിരുന്നു, ഇത് ഇനി ജസ്റ്റ് ഒരു പേരാണോ ഷോപ്പിൻ്റെ. അങ്ങനെ എല്ലാവരും കൂടി ഷീനിൻ്റെ ഔട്ട്ലെറ്റിൽ കയറി ഓരോ ഡ്രസ്സും നോക്കി, എന്നിട്ട് അതിൻ്റെ ടാഗും നോക്കി. കറക്റ്റ് തന്നെയായിരുന്നു, ഇത് ഷീനിൻ്റെ പ്രൊഡക്റ്റ് തന്നെയായിരുന്നു. അങ്ങനെ ഷീനിൻ്റെ ഫസ്റ്റ് ഔട്ട്ലെറ്റ് ഞങ്ങൾ കണ്ടത് സ്ക്വാഡറിൽ വെച്ചാണ്. അത് കഴിഞ്ഞ് തമു ഓളം വെട്ടി പോകുന്നുണ്ട്. എന്തൊക്കെയോ അവിടെ കണ്ടിട്ട് ഓളി പോകുന്നുണ്ട്. അതിൻ്റെ പിന്നാലെ ഞാനും പോകുന്നുണ്ട്. ഒരു മിക്കി മൗസ് നിന്ന് കളിക്കുന്നുണ്ട് ബർഗർ കിങ്ങിൻ്റെ മുമ്പിൽ നിന്നിട്ട്. ഞങ്ങളും പോയി ഡാൻസൊക്കെ കളിച്ച് അങ്ങനെ അലമ്പാക്കി. അവിടെ കുഞ്ഞു പിള്ളേരായിരുന്നു കളിക്കുന്നുണ്ടായിരുന്നത്. ഞങ്ങളുടെ കൂത്ത് കണ്ടിട്ട് ആ പിള്ളേർ പേടിച്ചിട്ട് അവർ കളിയൊക്കെ നിർത്തി. ഞങ്ങളതൊന്നും മൈൻഡ് ചെയ്യാണ്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. ലാസ്റ്റ് ആ മുക്കിമേഴ്സ് ബൈ ബൈ പൊക്ക എന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ പോകുന്നുണ്ടായില്ല. എന്നിട്ട് ലാസ്റ്റ് ഹൈഫൈ ഒക്കെ തന്ന് വിട്ടു. അത് കഴിഞ്ഞ് നേരെ ഫുഡ് കഴിച്ചു. ബർഗർ കിങ് തന്നെ കഴിച്ചു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർത്തേൺ അൽബേനിയൻ ഫുഡ് തീരെ പറ്റുന്നുണ്ടായില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഗ്രേവി ഇല്ലായിരുന്നു, ഫുള്ള് ഡ്രൈ ഫുഡ്. സോ ഞങ്ങളുടെ വയറൊക്കെ ഏകദേശം തവിട്ട് പൊടിയായിരുന്നു. അത് കഴിഞ്ഞ് നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്തുകൊണ്ടിരുന്നു. വഴിയിൽ മുഴുവൻ പാട്ടും കൂത്തും പാർട്ടീസൊക്കെ ആയിരുന്നു. നല്ലൊരു ബ്യൂട്ടിഫുൾ സിറ്റി തന്നെയായിരുന്നു സ്ക്വാഡർ. അങ്ങനെ സ്ക്വാഡറിലെ തെരുവുകളിൽ കൂടെ ഞങ്ങളിങ്ങനെ നടന്ന് അങ്ങനെ ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസം അവസാനിച്ചു.